നിള രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അതൊരു സ്പെഷ്യൽ കേസായിരുന്നു. ഭർത്താവ് വഞ്ചനാക്കുറ്റം ചുമത്തിക്കൊടുത്ത കേസ്. കല്യാണം കഴിഞ്ഞ 1 വർഷത്തിന് ശേഷം ഭാര്യ മാനസിക വിഭ്രാന്തി കാണിച്ചുവെന്നും മനോരോഗിയായ പെണ്ണിനെ രോഗം മറച്ചുവെച്ച് കല്യാണം കഴിപ്പിച്ചു എന്നതുമാണ് കേസ്. സ്പെഷ്യൽ കേസായി പരിഗണിച്ച് എന്റെ മുറിയിൽ തന്നെ വാദത്തിന് സൗകര്യമൊരുക്കിയിരിക്കുകയാണ്. ഞാൻ അഡ്വക്കേറ്റ് ഫിദ ഫാത്തിമ. എന്റെ മുന്നിൽ പെൺകുട്ടികളുടെയും മാതാപിതാക്കളുടെയും അവളുടെ ഭർത്താവിന്റെ മാതാപിതാക്കളും ഭർത്താവുമുണ്ട്. 2 വനിതാ പോലീസിന്റെ അകമ്പടിയോടെ അവൾ മുറിക്കുള്ളിലേക്ക് കയറി വന്നു. എണ്ണമയമില്ലാത്ത മുടിച്ചുരുളുകൾ മുഖത്തേക്ക് പാറി വീഴുന്നു. നിർജീവമായ കണ്ണുകൾ, ഐശ്വര്യമുള്ള മുഖം, ആര് കണ്ടാലും മോഹിക്കുന്ന അഴകുള്ള ശരീരം. വിദൂരതയിലേക്ക് നോക്കി അവൾ അങ്ങനെ നിന്നു. നിള, ഞാൻ വിളിച്ചു. എന്റെ ശബ്ദം കേട്ട് ഞെട്ടി ഒരത്ഭുത ജീവിയെ പോലെ അവൾ എന്നെ നോക്കി. ഇരിക്കൂ നിള. അവൾ യാന്ത്രികമായി ഇരുന്നു. ഞാൻ അവളുടെ ഭർത്താവിനെ നോക്കി. പറയൂ കിരൺ, എന്താണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് താങ്കൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ? പറയാനേറെയുള്ള പോലെ ഒന്ന് ഇളകിയിരുന്ന ശേഷം അയാൾ പറഞ്ഞു തുടങ്ങി. ഞങ്ങളുടെ കുടുംബം സാമ്പത്തികപരമായും സാമൂഹികപരമായിട്ട് മുൻനിരയില്ല. എന്റെ മാതാപിതാക്കൾ സമൂഹത്തിൽ അറിയപ്പെടുന്നവരാ. നിളയുമായി എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 3-ാം മാസം തുടങ്ങിയ പ്രശ്നങ്ങൾ. പ്രതികരണശേഷിയില്ലാത്ത മരപ്പാ പോലെയാണ് ഇവള്. ഞാൻ എന്തു പറഞ്ഞാലും അത് തലവലിക്ക് സമ്മതിക്കും. ദാമ്പത്യ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. സ്വന്തമായിട്ട് അഭിപ്രായമില്ല. ശരീരത്തിനും വസ്ത്രത്തിലും ശ്രദ്ധയില്ല, വൃത്തിയില്ല, ഒറ്റയ്ക്കെവിടെ ഇരിക്കില്ല. അവൾ ഉപയോഗിക്കുന്ന തൂവാലവരെയും തിരഞ്ഞെടുക്കുന്ന സ്വന്തം ഇഷ്ടത്തിനല്ല. അതൊക്കെ ഒരു നാട്ടിൻ പുറത്തുകാരി പെൺകുട്ടിയുടെ ചാപല്യങ്ങളായിട്ട് ഞാൻ കരുതി. പക്ഷെ ഒരു ദിവസം ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ ചെന്ന് ഞാൻ കണ്ടത് മുടിയഴിച്ച് ചോരയിൽപ്പിച്ചിരിക്കുന്നവളെയാണ്. ശരീരവും മുഖവും മാന്തി കയറിയിരിക്കുന്നു. മുഖാകം മുറിവുകൾ. ഞാൻ നോക്കിൽക്കെ അവൾ നീണ്ട ഭംഗിയുള്ള മുടികൾ മുറിച്ച് തറയിലേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ എന്നെ തുറിച്ചു നോക്കി. ആ മുറിയാകെ പൊട്ടിയ ഗ്ലാസിന്റെ ചില്ല് കഷ്ണങ്ങൾ ചിതറിക്കിടന്നു. പൊട്ടാതെ കിടന്ന ഒരു ചില്ല് ഗ്ലാസ് നിലത്തടിച്ച് പൊട്ടിച്ച് ഞരമുറിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇവളെ പിടിച്ചെട്ടി ഹോസ്പിറ്റലാക്കിയത്. ഇത് വഞ്ചനയല്ലേ മേഡം? ഞാൻ ഇവളെ ഒരിക്കൽ പോലും നുള്ളി നോവിച്ചിട്ടില്ല. ഒന്ന് വഴക്ക് പറയുക പോലും ചെയ്തിട്ടില്ല. ആ സമയം ഞാൻ അവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കുമായിരുന്നു. എല്ലാം ഇന്നലെ നടന്ന പോലെ ക്രമമായി അയാൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ പറഞ്ഞതിലൊന്നും കള്ളമില്ലെന്ന് തോന്നി. എന്തുകൊണ്ടെന്നാൽ നിളയുടെ മുഖത്ത് മുറിപ്പാടുകളുണ്ട്. മാത്രമല്ല കിരൺ ഇത്രയും സംസാരിച്ചിട്ടും നിളയുടെ മാതാപിതാക്കൾ മുഖം കുനിച്ചിരിക്കുകയാണ്. അയാൾ പറഞ്ഞതിൽ അവർക്ക് എതിരെ അഭിപ്രായമില്ലെന്നർത്ഥം. നിളയുടെ മുഖത്ത് അപ്പോഴും നിർവികാരത. പറയുന്നില്ല, കിരൺ പറഞ്ഞൊക്കെ സത്യമാണോ? ആളുടെ മുഖത്ത് നിർവികാരത മാറി ഒരു വരണ്ട ചിരി പ്രത്യക്ഷപ്പെട്ടു. അതെ, ഏട്ടൻ പറഞ്ഞാൽ അക്ഷരം പ്രതി സത്യമാണ്. ഉറച്ച സ്വരത്തിലുള്ള മറുപടി കേട്ട് ഞാൻ അവിശ്വസനീയതയോടെ അവളെ നോക്കി. എന്തിന്? ആ ചോദ്യത്തിന് ഉത്തരമല്ല, അവളൊരു മറുചോദ്യമാണ് ചോദിച്ചത്. മേഡം ഈ ജോലിയിട്ട എന്തുവരെ പഠിച്ചു? നിഷ്കളങ്കമായ ആ ചോദ്യത്തിന് തെളിയൊരു അത്ഭുതത്തോടെ ഞാൻ മറുപടി പറഞ്ഞു. അത് കേട്ടിട്ട് അവൾ എന്നോട് പറഞ്ഞു, ഞാൻ +2 വരെ പഠിച്ചു. സയൻസ് ആയിരുന്നു. ക്ലാസ്സിൽ 1-ാം സ്ഥാനക്കാരിയായിരുന്നിട്ടും ഒരു ദുസ്വഭാവം ഇല്ലാതിരുന്നിട്ടും ഇനിയും പഠിച്ച വഴിതെറ്റിപ്പോയെന്ന തറവാട്ട് തീരുമാനത്തിൽ ഞാൻ വീടിനുള്ളിൽ തളയ്ക്കപ്പെട്ടു. അച്ഛനെ എനിക്ക് ഭയമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഓരോ ചെറിയ ആഗ്രഹങ്ങളും ഞാൻ അമ്മയോട് പറയുമ്പോൾ അച്ഛനിത് അറിയണ്ട, നിനക്ക് ശരിക്കും കിട്ടും വഴക്കെന്നായിരുന്നു മറുപടി. 3 വർഷത്തെ വീട്ടു തടവ്. അതിനുശേഷം 21-ാം വയസ്സിലെ കല്യാണം. ഇപ്പോഴും അമ്മ പറയാറുണ്ട്, എൻ്റെ കൂടെ പഠിച്ച കുട്ടികളെല്ലാം എൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് അസൂയപ്പെട്ട് കാണും. അത്രയും കേമമായിരുന്നു കല്യാണം എന്ന്. പറഞ്ഞതിൽ കള്ളമില്ല. പൊന്നിൽ കുളിച്ച് പട്ടിൽ പൊതിഞ്ഞ് രാജകീയമായി തന്നെയാണ് ഞാൻ മറ്റൊരിടത്തേക്ക് പറിച്ചു നടപ്പെട്ടത്. എൻ്റെ മാതാപിതാക്കളുടെ സൗഭാഗ്യ നിമിഷമായിരുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ജനിച്ച 21 വർഷത്തോളം അവർ കാത്തിരുന്ന് ജീവിച്ചും ഇതിനു വേണ്ടിയായിരുന്നു. സഭയിൽ മുട്ടുസൂചി വീണാൽ അറിയുന്ന നിശബ്ദത ഒരു ചിരിയോടെ വീണ്ടും പറഞ്ഞു തുടങ്ങി. പക്ഷെ എൻ്റെ ഭർത്താവിന് പൊന്നും പണമൊന്നും വേണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആവശ്യം കാര്യപ്രാപ്തിയുള്ള ഒരു ഭാര്യയായിരുന്നു. എല്ലാ കാര്യത്തിനും എന്നോട് അഭിപ്രായം ചോദിച്ചു. വീട്ടുകാരെല്ലാതെ മറ്റൊരു ലോകം കാണാത്ത, തൻ്റെ എന്ന് പറയാൻ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സൗഹൃദങ്ങളും ഇല്ലാത്ത, പ്രിയപ്പെട്ട ഒരു മൂളിപ്പാട്ട് പോലും സ്വന്തമായിട്ടില്ലാത്ത ഞാൻ എന്ത് അഭിപ്രായം പറയാം? അഭിപ്രായം പറയാൻ പോലും കഴിവില്ലാത്തവളും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പിന്നെ ഒരിക്കലും ഒരു കാര്യത്തിനും എന്നോടൊന്നും ചോദിച്ചില്ല. ഒരുമിച്ച് തുണികളോ ആഭരണങ്ങളോ വാങ്ങാൻ പോകുമ്പോൾ പോലും എനിക്ക് സ്വന്തമായിട്ട് ഇഷ്ടമില്ലെന്ന് അറിഞ്ഞപ്പോൾ ഒരുമിച്ചുള്ള യാത്രകളും കുറഞ്ഞു. പ്രണയം തെറ്റാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള സ്വകാര്യ നിമിഷങ്ങൾ പോലും ഞാൻ അദ്ദേഹത്തെ പ്രണയത്തോടെ നോക്കുപോലും ചെയ്തിട്ടില്ല. കിടപ്പറയിലും ഞാൻ ഇഷ്ടങ്ങളില്ലാത്ത യന്ത്രമായപ്പോൾ ഞങ്ങൾ 2 മുറികളിലായി. എനിക്ക് അദ്ദേഹത്തോട് പ്രണയവും ബഹുമാനവും കാമവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രകടിപ്പിക്കാൻ എനിക്ക് ഭയമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ എന്നെ പറഞ്ഞു പഠിപ്പിച്ച് ഭർത്താവിനോട് ഭയവും ബഹുമാനവും മാത്രമാണ് വേണ്ടെന്ന്. ഞാൻ നിളയുടെ അമ്മയെ നോക്കി. ആ ഒരു ചലനം പറ്റിയിരിക്കുകയാണ്. ഞങ്ങൾ 2 മുറികളാണെന്ന് വീട്ടിലറിഞ്ഞ 3-ാം ദിവസം എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ എന്നെ സമീപിച്ചു. വാതിൽ കുറ്റിയിടരുതെന്ന് ഉപദേശിച്ചു. അമ്മ പറഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ ആരെന്ത് പറഞ്ഞാൽ അനുസരിക്കണമെന്നായിരുന്നു. പക്ഷെ ഒരു ദിവസം രാത്രി പാതിമയക്കത്തിൽ നുണർന്നപ്പോൾ എൻ്റെ മുറിയുടെ വാതിൽ തുറന്ന് അച്ഛൻ കടന്നു വന്നു. ഞെട്ടിയെ ഞാൻ നിലവിളിക്കുന്നു ഭയന്ന് തലവേദനയ്ക്ക് ബാമെടുക്കാമെന്നാണെന്ന് പറഞ്ഞു പോകുമ്പോൾ ക്ലോക്കിൽ 2 മണിയുടെ അലാറം അടിച്ചു. വളർത്തുഗുണം. അപ്പോൾ പോലും അപകടം എനിക്ക് മനസ്സിലായില്ല.
നിളയുടെ അമ്മ കരഞ്ഞു തുടങ്ങി. പക്ഷെ അവളുടെ കണ്ണിൽ കനലിരിഞ്ഞു, വാക്കുകൾക്ക് ചൂടേറി. വീട്ടിൽ ആരുമില്ലാത്തൊരു ദിവസം ടെറസിന് മുകളിൽ നിന്ന് തുണി വിരിക്കുകയായിരുന്നു ഞാൻ. അടുക്കളയുടെ പിന്നാമ്പുറത്ത് താഴെ ഒരു അടിവെച്ച് കേൾക്കുമ്പോൾ കവിളും പൊത്തി നിൽക്കുന്ന അച്ഛനെ ഞാൻ കണ്ടത്. കരി കൊണ്ട് വിറച്ച അച്ഛനെ നേർക്ക് വിരൽ ചൂണ്ടി പാൽ കൊണ്ടുവരുന്ന കുട്ടി ഉറക്കി ആക്രോശിച്ചു. ഇനി ഒരിക്കൽ കൂടി നിന്റെ കൈ എന്റെ മേത്തൊട്ട കുത്തി കൊടുക്കും ഞാനാ വരില്ലെന്ന്. പിന്നെ എന്റെ അച്ഛൻ ഇതറിഞ്ഞ പുല്ലരിയുന്ന കത്തിയോടെ നിന്റെ കൈ വെട്ടിയെടുക്കും. അവളാണ് എന്നെ പലതും പഠിപ്പിച്ച്. പിന്നീട് അവൾക്കായി ഞാൻ കാത്തിരുന്നു. അച്ഛൻ്റെ ഉശിരുള്ള മകളായിരുന്നു അവൾ. പഠിപ്പും ജോലിയും കഴിഞ്ഞ് മതി കല്യാണം. ഓളെ വല്ലവരും ചവിട്ടി പുറത്താക്കിയും ജീവിക്കേണ്ടായോ? ഒരിക്കൽ അവളുടെ അച്ഛൻ വിളക്കി ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, അയാൾക്ക് സമ്പത്തില്ലായിരുന്നു, അയാളുടെ സമ്പാദ്യം അവളായിരുന്നു. ഞാൻ നിളയുടെ അച്ഛനെ നോക്കി. അദ്ദേഹം ജീവിച്ചവൻ പോലെ ഇരിക്കുകയാണ്. ഞാൻ ഒറ്റമകളായതിനാൽ എനിക്ക് അവളൊരു കൂടപ്പിറപ്പ് തന്നെയായിരുന്നു. അവളെന്നെ അഭിപ്രായ സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസത്തിനെയും ജോലിയുടെയും പ്രാധാന്യമൊക്കെ പഠിപ്പിച്ചു. ഒരിക്കൽ അവൾ ഉറക്കെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പെൺകുട്ടികൾ സംസാരിക്കുന്നത് പുറത്ത് കേൾക്കരുതെന്ന്. ഒരു ചിരിയോട് അവൾ എന്നോട് ചോദിച്ചു, അപ്പം അകത്ത് നടക്കുന്നത് എങ്ങനെ പുറത്തറിയെന്ന്. അവൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അവളുടെ അമ്മ അതറിഞ്ഞപ്പോൾ പറഞ്ഞു, സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയായതിനു ശേഷം അതിന് പൂർണ്ണത നൽകിയാൽ മതിയെന്ന്. അതായത് വിവാഹം മാത്രമല്ല, ശരീരവും ആത്മാഭിമാനവും സംരക്ഷിക്കണമെന്നാണ് അതിനർത്ഥം. അവൾ പറഞ്ഞു. പക്ഷെ എനിക്ക് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഇതിപ്പോഴും അറിയില്ലല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ സൗന്ദര്യത്തെക്കുറിച്ച് പുകഴ്ത്തിയപ്പോൾ ഞാൻ സൗന്ദര്യത്തെയും വൃത്തിയെയും ഉപേക്ഷിച്ചു. മകനറിഞ്ഞാൽ അവർ ആത്മഹത്യ ചെയ്യുന്നു, ഞാൻ വിധവയാവുമെന്നും ഭീഷണിപ്പെടുത്തി. അമ്മ പറഞ്ഞ് തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണമെന്നും വിവാഹിതായ മകൾ വീട്ടിൽ നിന്നാൽ അതിൻ്റെ അപമാനം മാതാപിതാക്കൾക്കാണെന്നും ആയിരുന്നു. അങ്ങനെ വളരെ ആലോചിച്ച് ഞാൻ തന്നെ എന്നെ ഇല്ലായ്മ ചെയ്യാൻ തുടങ്ങി. അന്ന് ഏട്ടനെ ഭ്രാന്തിയാക്കി കണ്ട ദിവസം ഏട്ടൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, ആ രാത്രി അയാൾക്ക് എന്നെ വേണമെന്ന്. അല്ലെങ്കിൽ ശാരീരിക സുഖത്തിനായി അയാൾ ഞാൻ സമീപിച്ചു എന്ന് ഏട്ടനോട് പറയുമെന്ന്. വിദ്യാഭ്യാസം ഇല്ലാത്ത, വിവരവും അഭിപ്രായമില്ലാത്ത, നിയമവും നീതിയും സ്വാതന്ത്ര്യവും ഒന്നും അറിയാത്ത ഞാൻ എന്ത് ചെയ്യാനാ? തനിയെ ആലോചിച്ചൊരു വഴി കണ്ടെത്തി. ആ രാത്രി അവിടുന്ന് രക്ഷപ്പെടാൻ. ആർക്കും അപമാനമില്ലാതെ എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഭ്രാന്തിയായത്. അവൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ കിതക്കുന്നുണ്ടായിരുന്നു. കണ്ണീർ മൂടിയ കണ്ണിലൂടെ എനിക്ക് മുന്നിലെ കാഴ്ച വ്യക്തമായി. കാതടിപ്പിക്കുന്ന ഒരു അടിവെച്ച ആ മുറിയിൽ പ്രകമ്പനം കൊണ്ടു. കവിളിൽ തലോടിക്കൊണ്ട് കിരണിന്റെ അച്ഛൻ മുഖം കുനിച്ചു. കിരൺ അവിശ്വസനീയതയുടെ അമ്മയെ നോക്കി. ഒരു റാണിയുടെ തലയെടുപ്പോടെ മുന്നോട്ട് വന്നവൾ നിളയെ കെട്ടിപ്പുണർന്നു. കണ്ണീരോടെ ചുംബിച്ചു. കൈകൾ കൂട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞു. കേസ് പിൻവലിക്കാനുള്ള നടപടിയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. നിളയെയും ചേർത്ത് പിടിച്ച് കിരൺ അവിടെ അച്ഛനമ്മമാരെ നോക്കി. അടക്കി ഒതുക്കി ഒരു പെണ്ണിനെ ഒടുക്കുന്ന ഒരു മാനസികരോഗം തന്നെയാണ്. കേട്ടതും കണ്ടതൊന്നും തിരിച്ചറിയാൻ കഴിയാതെ അവരെപ്പോഴും നിശ്ചലരായിരുന്നു. അവരുടെ മണിത്തട്ടിലേക്ക് കണ്ണീർ വീണ് നനഞ്ഞ് കുതിർന്നുകൊണ്ടിരുന്നു. രാത്രി എൻ്റെ മകളെ ചേർത്ത് പിടിച്ച് ഉറങ്ങുന്ന അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ച് ഒരു പ്രതിജ്ഞ പോലെ ഞാൻ പിറുപിറുത്തു. ഇല്ല, എൻ്റെ മകളെ ഞാൻ മറ്റൊരു നിളയാക്കില്ല.